ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അനഘമിസ്സും കൂടിയിട്ട് മാളയിൽ ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മാളയാകെ റെഡ് കളറായിരിക്കുകയാണ്, കാരണം ക്രിസ്മസ് അടുത്തല്ലോ. അപ്പോൾ പിന്നെ ഈ കളറല്ലാതെ പിന്നെ എന്താണ് കാണാനായിട്ട് പറ്റുക? അപ്പോൾ നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ദാ ഈ പച്ചക്കറി കടയിലാണെങ്കിൽ പച്ചക്കറി കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കുറച്ച് പയർ തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് പോകണം, അത്ര ഭംഗിയിലാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ നാട്ടു സാധനങ്ങളാണ്. വാഴക്കുടപ്പൻ, വാഴപ്പിണ്ടി, കൊപ്പക്കായ, ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പാണ്. ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ജസീലും ഇവിടെ ചുമ്മാ ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് നോക്കി വെച്ചതാണ് കേട്ടോ. ക്രിസ്മസിന് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങണമല്ലോ. അതുപോലെ തന്നെ ജെയ്മ മിസ് ഉണ്ട്. ജെയ്മ മിസ് ഈ ഷോപ്പിൽ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീനിങ് ആയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. ഡിറ്റർജൻറ്റ് പൗഡർ മറ്റുമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി വൈകിട്ടത്തെ വിശേഷമാണ് കാണിക്കുന്നത്. ഗേറ്റുമേ ഒന്ന് തൊട്ടാൽ മതി, കൊടിവാല് പോലെ വലിയൊരു വാലൊക്കെ പൊക്കി പിടിച്ച് ഓടി വരാണ് മൗഗ്ലി. എന്തേ ഇത്ര വൈകിയെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരവ് കേട്ടോ. അപ്പോൾ നമ്മളിത്തിരി ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയത് കൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് വൈകിയത്. അങ്ങനെ നിക്കും ഞാനും മൗഗ്ലിയും കൂടിയിട്ട് ബാക്കിയുള്ള കോഴികളെ കഴിച്ചു വിട്ടു. മൗഗ്ലി അലക്കല്ലിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞ് എണ്ണി നോക്കുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഇല്ലേന്നൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, കുറച്ച് നേരമൊക്കെ നമ്മൾ റെസ്റ്റ് എടുത്ത് ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും രമേശേട്ടനും ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ അഷ്ടമിച്ചിറ കഴിഞ്ഞിട്ട് കോൾക്കുന്നെന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. രമേശേട്ടൻ ഒരു ഫ്രണ്ടിനെ കാണണമായിരുന്നു, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനും ചുമ്മാ കയറിയിരുന്നതാണ് കേട്ടോ. കാരണം ഒരു ഈവനിങ് ടൈമിലൊക്കെ പുറത്ത് പോകാൻ എനിക്കിഷ്ടമാണ്. നൈറ്റ് ഡ്രൈവൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോപ്പുകളൊക്കെ ഇങ്ങനെ കാണാൻ, ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് എനിക്ക് കുട്ടിയായിരിക്കുമ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും എനിക്ക് അതുപോലെ തന്നെയാണ്. ആ ഇഷ്ടം ഒന്നും കുറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അഷ്ടമിച്ചിറ ടൗണാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത് ഇതാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അഷ്ടമിച്ചിറ ടൗണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്ലേസാണ് കോൾക്കുന്നെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോയി കുറച്ച് നേരം ഫ്രണ്ടുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ ഇരുട്ടായിട്ടോ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, തിരിച്ച് വരുമ്പോഴേക്കും ഇത്ര ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പുകളിലും ഈ സ്റ്റാറൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ട് എന്തു ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ വീട്ടിലെത്തി. രമേശേട്ടന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞ കാരണം രമേശേട്ടന് മാത്രം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഞാനും ചിഞ്ചും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കാലമൊക്കെ ആയി, ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് തയ്യാറായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ മിക്ക ആൾക്കാരും. അപ്പോൾ ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റംസാണ് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വിചാരിച്ച് പോകുന്നതിനേക്കാളും കൂടുതൽ സാധനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളറിയാതെ അങ്ങോട്ട് വാങ്ങിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ വരവിനനുസരിച്ച് വേണം നമ്മൾ ചിലവാക്കാനായിട്ട് കേട്ടോ. നമ്മൾ ലിസ്റ്റ് ഇട്ടുകൊണ്ട് പോയതിൽ കൂടാതെ ഒരു 4-5 ഐറ്റം കൂടി വാങ്ങുക, അല്ലെങ്കിൽ 10 ഐറ്റം കൂടി വാങ്ങുക. പിന്നെ വീട് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അയ്യോ ഇതൊന്നും കരുതിയതല്ലല്ലോ, അപ്പോൾ അത്ര കാശ് പോയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ അപ്പോൾ കണ്ടു അപ്പോൾ ഒരു ഇഷ്ടം തോന്നിയെന്ന് വിചാരിച്ച് നമ്മൾ കണ്ണിൽ കാണുന്നതൊക്കെ വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കരുത്. ഇതുണ്ടല്ലോ പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഇത് ഞാൻ കുക്കറിൽ പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് ഈ കറിയിൽ ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയുള്ള കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദോശയ്ക്കും അപ്പത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലേശമാണ് ഉണ്ടാക്കിയത്, കാരണം രമേശേട്ടൻ ചപ്പാത്തിയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചക്കറി ഒരു 2 ഐറ്റം മേടിക്കാൻ വേണ്ടി പോയതായിരിക്കും. പക്ഷെ അവിടെ നല്ല ഭംഗിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മളറിയാതെ 4-5 കൂട്ടമൊക്കെ വാങ്ങിക്കൊണ്ട് വരിക. അങ്ങനെ ഫ്രിഡ്ജിൽ കൊള്ളാതാവുക, കുറച്ച് പുറത്ത് വെച്ചു, അങ്ങനെ കുറച്ചൊക്കെ ചീഞ്ഞ് പോവുക, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമ്മളെപ്പോഴും
എപ്പോഴും പുറത്ത് കുറേ സാധനങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കൂടുതലായിട്ട് നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ അത് അത്ര നല്ല ശീലമല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുന്നതാണ് ഒരു നല്ല ബുദ്ധിമതിയായിട്ടുള്ള വീട്ടമ്മയുടെ ലക്ഷണം കേട്ടോ. പിന്നെ അത്ര ലാഭത്തിലും മറ്റും കണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ദൂർത്തടിച്ച് കളയാനായിട്ട് പാടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് കുറച്ച് സേവ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമ്മുടെ മൗഗ്ലിക്കുട്ടൻ നോക്കിയേ നല്ല ഉറക്കാമെന്ന് വിചാരിക്കും. അല്ല കേട്ടോ, ഒരു കണ്ണ് കുറച്ച് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പൂച്ചോറക്കം എന്ന് പറയുന്നതും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ അകമൊക്കെ ഒന്ന് അടിച്ചിടാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് അടിച്ചങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അകമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ നമുക്ക് കിച്ചണിൽ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളും മറ്റും കൂടി കഴുകി വെച്ച് സ്റ്റൗവൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. ആ വണ്ടിയുടെ മുകളിലായിട്ട് മൗഗ്ലി കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ മുറ്റത്തേക്കൊക്കെ നോക്കിയെങ്കിലും അവിടെയൊക്കെ ഇരുട്ടാണ്, മൗഗ്ലീനെ കാണാനില്ല കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ കറങ്ങി നടക്കായിരിക്കും. രാത്രിയൊക്കെ അവനും നടക്കണമല്ലോ. അപ്പോൾ റിയമ്മയും കാറിൻ്റെ ചുവട്ടിൽ കിടക്കാറുണ്ട്. അപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ ഒരുമിച്ച് ടൂ വീലറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ കാറിൻ്റെ ചുവട്ടിലോ ഒക്കെ ആയിട്ടാണ് കിടപ്പ്. രാത്രിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമയം കിട്ടുക അല്ലേ, എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാനും മറ്റുമായിട്ട്. രാവിലെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ടൈം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ രാത്രി നമ്മൾ പരമാവധി ജോലികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഒരു ജോലിഭാരം എന്ന് പറയുന്നത് കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീട് ക്ലീനാക്കി വെക്കുക, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക, സ്റ്റൗവൊക്കെ തുടച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്തിരി കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നാളത്തെ പാചകത്തിനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾ എത്ര വൈകിയെന്ന് പറഞ്ഞാലും ഇതൊക്കെ ചെയ്തിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ സുഖമായിരിക്കും. അത് നമ്മൾ ജീവിതത്തിൽ എന്നും അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നമുക്ക് എല്ലാം സന്തോഷത്തോടു കൂടിയിട്ട് പിറ്റേ ദിവസം വേഗം ജോലികളൊക്കെ കഴിച്ച് ജോലിക്ക് പോകാനായിട്ടും പറ്റും. എല്ലാ ദിവസവും നമ്മൾ വീട് തുടച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ വൃത്തിയായിട്ട് 2 നേരവും നല്ല നീറ്റായിട്ട് അങ്ങോട്ട് അടിച്ചു വാരിയാൽ തന്നെ വീടിന് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഭക്ഷണമൊക്കെ തറയിലൊക്കെ വീണും കഴിഞ്ഞ് അങ്ങിങ്ങൊക്കെ ചിന്നിച്ചിതറും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഡൈനിങ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും തുടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. കുട്ടികളൊക്കെ മുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീറ്റായിട്ട് അങ്ങോട്ട് അടിച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴാണോ ഒഴിവ്, ആഴ്ചയിൽ 2 ദിവസമോ 1 ദിവസമോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് തുടച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. വീട് ഒക്കെ നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമുക്കതൊരു ഇഷ്ടമാണ്. എന്നും തുടച്ചാൽ ഒരു സംതൃപ്തി നമുക്കുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്നും തുടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും തുടച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ല നീറ്റായിട്ട് അടിച്ച് വാരാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. നമ്മൾ കടയിലൊക്കെ കാണുന്ന ഷോക്കേസ് ഐറ്റമൊക്കെ ഒരുപാട് വാങ്ങുക, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ഹോളൊക്കെ അലങ്കരിച്ച് വെക്കുക. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കൾ, ചെടികൾ അങ്ങനെയൊക്കെ വാങ്ങാനായിട്ട് കിട്ടുമല്ലോ. അതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഹോളൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ പൊടി പറ്റി നിൽക്കും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ആ ഒരു വസ്തുക്കളുമൊക്കെ ഉള്ള പൊടിയൊക്കെ തട്ടി കളയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങി വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെച്ച് ഹോളൊക്കെ ഇങ്ങനെ നിറച്ച് വെക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാ ബെഡ്റൂമും നമ്മൾ വൃത്തിയായിട്ട് അടിച്ചും കഴിഞ്ഞ് വാരി നല്ല വൃത്തിയാക്കിയിട്ട് ഇടാണ് ചെയ്യുക. അതുപോലെ തന്നെ ബാത്റൂമൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെയാണ് നമ്മളങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മുടെ കിച്ചണിലാണെങ്കിൽ കായക്കുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിയണില്ല. അത് ചെറുതായാലും വലുതായാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കായക്കുലകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ.
ഇവിടെ ഇപ്പോൾ സന്ധ്യാസമയം ആകുമ്പോൾ തന്നെ കൊതുകിൻ്റെ ശല്യം വളരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സന്ധ്യാദീപമൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നാമം ചൊല്ലാനായിട്ട് ഇരിക്കാൻ കൂടി പറ്റില്ല. അത്രത്തോളം കൊതുകാണ് ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. കുറച്ചും കൂടി ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊതുകൊക്കെ പോകും കേട്ടോ. അപ്പോൾ ആ ഒരു സന്ധ്യയ്ക്ക് വളരെയധികം കൊതുകുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജനലുകളൊക്കെ നമ്മൾ സന്ധ്യാസമയം ആകുമ്പോഴേക്കും അടച്ചിടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഈ സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഒരു ജനൽ ഞാൻ എന്തായാലും അടയ്ക്കാനായിട്ട് മറക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് തന്നെയാണ് അടയ്ക്കാറ്. അപ്പോൾ നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞ് സ്റ്റൗവൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്സുകളൊക്കെ എടുത്ത് വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകുന്നതോടൊപ്പം തന്നെ ആ സ്റ്റീൽ ഭാഗങ്ങളും കൂടി കഴുകി എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ആദ്യം ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്കി വന്നാലും നമുക്ക് വെറുതെ കളയാനായിട്ട് ഇട വരുന്നില്ല. കാരണം നമുക്ക് കോഴികളെയൊക്കെ വളർത്തുന്നത് കൊണ്ട് തന്നെ അവയ്ക്ക് നാളെ കോഴിത്തീറ്റയൊക്കെ നനയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു ചോറും കൂടി ബാക്കി വന്ന ചോറും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് കോഴിത്തീറ്റയൊക്കെ നനച്ചും കഴിഞ്ഞിട്ട് കോഴികൾക്ക് തന്നെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ബാക്കി വന്നു എന്നുള്ളൊരു വിഷമം കോഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കോഴിമക്കൾക്കാണെങ്കിലോ ചോറ് അധികമായിട്ട് കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരു പിടി ചോറാണെങ്കിൽ ആ കോഴിത്തീറ്റയുടെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് അറിയാതെ കഴിച്ചോളും. അതിന് പകരം ഒരു പാത്രം ചോറൊക്കെയാണ് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു കൊത്തൽ പോലും കൊത്തില്ല കേട്ടോ. അതങ്ങനെ തന്നെ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് അരിയൊക്കെയാണ് ഇടുക. ഒരു പിടിയൊക്കെയാണ് നമുക്ക് ബാക്കിയായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് വേസ്റ്റ് തന്നെ ആവും. രാത്രി തന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് അങ്ങോട്ട് ഇരിക്കാമല്ലേ. അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാതെ സിങ്കിലൊക്കെ കൂട്ടിയിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം വന്ന് അത് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി പാത്രങ്ങളൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ 3-4 അംഗങ്ങളുള്ളെങ്കിലും 10-40 പാത്രങ്ങൾ നമ്മൾ ഈ കുക്ക് ചെയ്യാനും സെർവ് ചെയ്യാനും എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. വളരെ കുറച്ച് ആവശ്യത്തിന് മാത്രം പാത്രം എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാത്രം കഴുകാനായിട്ട് കുറച്ച് ഉണ്ടാവുള്ളൂ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സ്പൂണുകളും പാത്രങ്ങളും ധാരാളമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പാത്രം കഴുകാനുള്ള നേരമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ രാത്രി ഫുഡ് കഴിച്ച ഈ പാത്രങ്ങളും പിന്നെ ഈ സ്റ്റൗവിൻ്റെ പാർട്സും കൂടി മാത്രമാണ് കഴുകാനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് സ്റ്റൗവിലേക്കുള്ള ആ പാർട്സുകളൊക്കെ ആദ്യം ഫിറ്റ് ചെയ്ത് അതും കൂടി തുടച്ച് കഴിയുമ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.